morning to all. For Grace, today is a momentous day. She received Jesus Christ sacramentally for the first time. By accepting Jesus Christ's body and blood in sacrament, she has united with Him and become one with Jesus. Let's all pray for Grace to follow Jesus with all her heart hereafter. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഗ്രേസ് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസരിച്ച് ഒത്തിരി വിശുദ്ധിയോടുകൂടെ ഇന്ന് കുർബാന ആദ്യമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്, ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഗ്രേസിന്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ ഇന്നിവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ പരിപാടിയോടെ ആരംഭിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷൈനിങ് സ്റ്റാർ സെന്റർ ഓഫ് അട്രാക്ഷൻ ഗ്രേസിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈയ്യടി പോരാ. Ladies and gentlemen, please put your hands together for Grace as she begins a new phase in her spiritual journey. I am the living bread that came down from heaven. If anyone eats of this bread, he will live forever. And the bread that I will give for the life of the world is my flesh. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. വിശുദ്ധ യോഹന്നാൻ 6-ാം വാക്യം. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഗ്രേസിന് എന്താ തോന്നിയേ? എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈശോയെ സ്വീകരിക്കണമെന്നത്. ചെറുപ്പം തൊട്ടേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈശോയെ സ്വീകരിക്കണമെന്ന്. ഇപ്പൊ എനിക്കത് സാധിച്ചു കിട്ടി. എന്നെക്കാട്ടും മുതിർന്നവരൊക്കെ ഈശോയെ സ്വീകരിക്കണം കാണുമ്പോൾ എനിക്കും സ്വീകരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സ്വീകരിച്ച് കിട്ടിയപ്പോൾ ഞാനും ഈശോയെ സ്വീകരിച്ചു. എനിക്ക് അതിന് സന്തോഷമുണ്ട്. അടുത്തതായിട്ട് ഗ്രേസിന്റെ ജീവിതത്തിലെ 2 ഇമ്പോർട്ടന്റ് ആയ വ്യക്തികൾ, അവളുടെ 2 പില്ലേഴ്സ്. ഒരു പക്ഷേ ഗ്രേസിനേക്കാളും കൂടുതൽ ഇന്നത്തെ ദിവസം ഒത്തിരി എക്സൈറ്റ്മെന്റോട് കൂടി നോക്കി കണ്ട 2 പേര് അവളുടെ പാരന്റ്സ്, മിസ്റ്റർ ജിജിൽ ആൻഡ് മെറീന ജിജിൽ. ഒപ്പം ഗ്രേസിന്റെ സിബ്ലിങ്സ് ഇവാൻ ആൻഡ് ജോഹാന. പ്ലീസ് ജോയിൻ us. ഇപ്പോഴും നമ്മുടെ ഈ സ്റ്റേജ് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ? കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സും കൂടി ചേർന്നാലേ ഇവരുടെ ഫാമിലി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അടുത്തതായിട്ട് ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാണ്. ഐ എം ഇൻവൈറ്റിംഗ് ഹെർ ഗ്രാൻഡ് പാരന്റ്സ് മിസ്സിസ് ഡേസി ജോസ് ആൻഡ് മിസ്റ്റർ ജോസ് ആൻഡ് മിസ്സിസ് ഏലിയാമ ജോസ്. പ്ലീസ് ജോയിൻ us. ഇനി ഏതൊരു പ്രോഗ്രാമും ഏതൊരു പരിപാടി എന്താ പ്രാർത്ഥനയിലൂടെ വേണം തുടക്കം വയ്ക്കാൻ, ദൈവാനുഗ്രഹം നിറഞ്ഞതാവാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ടോണിയച്ചിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. പ്രിയമുള്ള ജിജുവിന്റെ കുടുംബാംഗങ്ങളെ, മറീനയുടെ കുടുംബാംഗങ്ങളെ, ബന്ധുജനങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നെന്ന് തോന്നുന്നു എനിക്ക്. അതുപോലെ അയൽവാസികൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഗ്രേസിനെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നല്ലൊരു എന്താ പറയുക ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഫേസുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. ഒരു മാലാഖയെ പോലെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ ഇടം പിടിക്കുന്ന ഒരാളാണ്. വളരെ സോഫ്റ്റാണ് ഗ്രേസ്. ഈശോയെ പോലെ തന്നെ ഈശോ ഇന്ന് സ്വീകരിച്ച ഈശോയുടെ അപ്പത്തിൻ്റെ പോലെ മനോഹരമായ ഒരു ഹൃദയമുള്ള ഒരു ആളാണ്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം എപ്പോഴും സ്വീകരിക്കാനായിട്ട് ഗ്രേസ് ഓടി വരുന്നത് ഓർക്കുമ്പോൾ അത് ഒരു എന്താ പറയുക എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു നല്ല മനസ്സുള്ള ഒരാളാണ് ഗ്രേസ്.
ഗ്രേസിനെ ഇന്ന് ആദ്യം വാക്കുകൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. ഇത്രയും ഭംഗിയായിട്ടാണ് അവൾ കാര്യങ്ങൾ ഡീൽ ചെയ്തത്. ഇതൊന്നു ക്ലാസ്സിലെ ഫസ്റ്റോ സെക്കൻഡോ ഒക്കെയാണ് ഗ്രേസ്. കിട്ടിയ കഴിവുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ഭയങ്കര ഒരു അനുസരണമുള്ള കുട്ടിയാണ്. അനുസരണം അതിൻ്റെ മോസ്റ്റ് എന്താ പറയുക, അതുപോലെ ഒരു അനുസരണമുള്ള കുട്ടിയാണ് ഗ്രേസ്. അതുപോലെ തന്നെ എപ്പോഴും നന്നായി പഠിക്കുന്ന, നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന, നന്നായി ഡാൻസ് കളിക്കുന്ന ഒരുപാട് കഴിവുകളുള്ള ഗ്രേസിൻ്റെ ഈ ജീവിതം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഒരു പക്വതയുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുട്ടിത്തൊക്കെ വിട്ട് പക്വത എനിക്ക് തോന്നുന്നത് ഈ ആദ്യ കുർബാന കഴിഞ്ഞപ്പോഴല്ല മുമ്പേ ഉള്ള ഒന്നാണ്. കാരണം എനിക്കത് വളരെ മനസ്സിലായി, അല്ലെങ്കിൽ അത് എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും പക്വതയോടുകൂടെ ജീവിതത്തെ കാണാനായിട്ട് ഇന്ന് മുതൽ കുറച്ചധികം നാളുകൾക്ക് മുമ്പേ ഗ്രേസ് അത് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു പക്വതയുള്ള ഒരു നല്ല വ്യക്തിത്വമാണ് ഗ്രേസിൻ്റെ. ഈ ഒരു ജീവിതം ഇവിടെ ആരംഭിക്കുമ്പോൾ, ഒരു ക്രിസ്തീയ പൂർണ്ണതയുള്ള ഒരു ജീവിതം കൂടെ ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലായിരിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് ഈ കൊച്ചുകുഞ്ഞിൻ്റെ മനസ്സിലെ വലിയ സ്വപ്നങ്ങൾക്ക് നിറം പകരാനും അത് പൂർത്തിയാക്കാനും ഒക്കെ സാധിക്കും. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ ഗ്രേസിൻ്റെ വലിയ സ്വപ്നങ്ങൾ പൂവണിയാണ്. അതുപോലെ ഇവരുടെ മാതാപിതാക്കളുടെ വലിയ ആഗ്രഹങ്ങൾ ഈ കൊച്ചുകുഞ്ഞിനെ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഈശോയുടെ വലിയ ആശീർവാദം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സമയം പ്രാർത്ഥിക്കാം. നമ്മൾ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you, Father. Next, moving on to candle lighting ceremony. Now I would like to invite Grace and her parents to come forward and light the candle. ക്രിസ്തുവിന്റെ വെളിച്ചം ഇനി കൂടുതൽ ശക്തമായി ഗ്രേസിന്റെ ജീവിതത്തിലും പ്രശോഭിക്കട്ടെ. നെക്സ്റ്റ് കേക്ക് കട്ടിംഗ് സെറമണി ആണ്. സോ I would like to invite Grace and her parents to come forward and cut the cake together as a sign of your love and support for one another in the spiritual life.
പെർഫോമൻസ് സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികളുള്ളതാണ്, ഡാൻസ് പാട്ടൊക്കെ. അപ്പൊ എല്ലാവരും അത് ആസ്വദിക്കുക. തുടർന്ന് ഇവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ സ്റ്റേജിൽ വന്ന് ഫോട്ടോസ് എടുക്കുകയും ഗ്രേസിനെ ബ്ലസ് ചെയ്യും, വിഷ് ചെയ്യുകയും ചെയ്യണം. ലഞ്ച് അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫുഡും എൻജോയ് ചെയ്യണം.